ശബരിമലയിൽ മിൽമ നെയ് ക്രമക്കേടിൽ അന്വേഷണത്തിന് ദേവസ്വം ബോർഡ്. ദേവസ്വം വിജിലൻസ് എസ്പിക്കാണ് അന്വേഷണ ചുമതല. ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിക്കും. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. MG പ്രതീഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രതീഷ്, ഗുരുതരമായ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ മുന്നോട്ടുള്ള അന്വേഷണം ഏത് തരത്തിൽ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ആര്യ, ശബരിമലയിലേക്ക് കൊണ്ടുവന്ന മിൽമ നെയ്യ് മറച്ചുവിറ്റ സംഭവം വളരെ ഗൗരവത്തോടു കൂടിയാണ് ദേവസ്വം ബോർഡ് കാണുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണം നടത്താൻ ഇന്ന് ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചിരിക്കുന്നത്. വിജിലൻസ് എസ്പിക്കാണ് അന്വേഷണ ചുമതല. ദേവസ്വം വിജിലൻസ് എസ്പിയോട് അന്വേഷിക്കാൻ ദേവസ്വം ബോർഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. നേരത്തെ ദേവസ്വം വകുപ്പ് സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ ഇതിൽ ഇടനില നിന്നു എന്ന് കണ്ടെത്തി. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പമ്പയിൽ എത്തിച്ച നെയ്യ് സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നതിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സഹായമുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം ദേവസ്വം ബോർഡ് നടത്തുന്നത്. മാത്രമല്ല, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും വീഴ്ച ഉണ്ടായി എന്നതാണ് അന്വേഷണ റിപ്പോർട്ട്. കാരണം 30 ലോഡ് നെയ്യാണ് ശബരിമലയിൽ കൊണ്ടുവരാൻ എത്തിയത്. പക്ഷേ ഇതിൽ 6 ലോഡിൽ നിന്ന് മാത്രമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ സാമ്പിളുകൾ ശേഖരിച്ചത്. മറ്റ് ലോഡുകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചില്ല. ഈ ശേഖരിച്ച സാമ്പിളുകളുടെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ഈ നെയ്യ് സന്നിധാനത്തേക്ക് കടത്തിവിടുകയും ചെയ്തു. ഇതിൽ ഉൾപ്പെടെ വലിയ ദുരൂഹതയാണ് ദേവസ്വം ബോർഡ് സംശയിക്കുന്നത്. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥരുടെ പങ്ക്, ഒപ്പം നേരത്തെ തന്നെ ഈ ശബരിമലയിൽ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് മാത്രം ഉപയോഗിച്ച് അപ്പവും അരവണയും ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ പിന്നെ എന്തുകൊണ്ട് മിൽമയിൽ നിന്ന് കരാർ എടുത്തു എന്നതിൽ ഉൾപ്പെടെ വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് ദേവസ്വം ബോർഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ഘട്ടങ്ങളിലായി ഇതിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഒന്ന്, ദേവസ്വം ബോർഡിന്റെ അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം ദേവസ്വം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നു. മിൽമയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ 4 സമിതിയും അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ വിശദമായ അന്വേഷണമാണ് ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത്. മാത്രമല്ല, ഗുരുതരമായ കണ്ടെത്തലുകൾ പ്രാഥമികമായി തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടുമുണ്ട്. ശരി, ഓക്കെ. MG പ്രതീഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.